ഹലോ ഫ്രണ്ട്സ്, RRB വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ 2024 വന്നിരിക്കുകയാണ്, ജൂനിയർ എഞ്ചിനീയർ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഒരു ഫ്രഷർ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റിനെ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ RRB ജൂനിയർ എഞ്ചിനീയർ. ഒരു സെൻട്രൽ ഗവൺമെന്റിലെ, അതും മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള റെയിൽവേയിലെ ഒരു എഞ്ചിനീയർ പോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സ്കില്ലും പെർഫോമൻസും അതുപോലെ തന്നെ നിങ്ങളുടെ സർവീസൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ തുടങ്ങിയ വലിയ പോസ്റ്റുകളിലേക്ക് പ്രൊമോഷൻ സാധ്യത ഒരുപാടുള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഈ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. മാത്രമല്ല, റെയിൽവേയുടെ ഇന്ന് വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേയുടെ ഒരു ഭാഗമാകാൻ കഴിയാന്ന് പറയുന്നത് വളരെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു പോസ്റ്റിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഈ അപ്ലിക്കേഷന്റെ ഒരു കാരണം ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് നിങ്ങൾ ആ അപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ആ പോസ്റ്റിംഗ്, അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കരിയറിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു തുടക്കത്തിലുള്ള ഈ ഒരു സ്റ്റെപ്പ് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് തന്നെ എടുത്തുകൊണ്ട്, സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട്, നന്നായി ഒന്ന് ചിന്തിച്ചുകൊണ്ട്, സമയം എടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതിലേക്കൊരു ഗൈഡിങ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോ. അല്ലാതെ നിങ്ങൾ ഇന്നത് ചെയ്യണം, ഇന്ന പോസ്റ്റിലേക്ക് ചെയ്യണം, ഇന്ന സോണിലേക്ക് ചെയ്യണം എന്നുള്ള യാതൊരു വിധത്തിലുള്ള ഒരു മുൻവിധികളും ഈ ഒരു വീഡിയോയിലില്ല. നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തരുന്നു എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. കാരണം നിങ്ങളുടെ ലൈഫ് ഉള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുള്ളൂ, ഇൻട്രസ്റ്റുകൾ നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പൊ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ജനറൽ ഇൻഫർമേഷൻ, അതായത് ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട ചില ജനറൽ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ എന്തൊക്കെയാണ് ഈ വീഡിയോയിലെ കണ്ടന്റ്സ്? ജനറൽ ഇൻഫർമേഷൻസിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ്. RRB അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് ഈ RRBs നിലകൊള്ളുന്നത്, ദെൻ അപ്ലിക്കേഷൻ ഫീ എത്രയാണ്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്, അതിന്റെ എക്സാം ഡീറ്റെയിൽസും എങ്ങനെയാണ്, അപ്ലിക്കേഷൻ പ്രൊസീജിയർ, അതിന്റെ സ്റ്റെപ്പിംഗ് ആയിട്ടുള്ള കുറച്ച് എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളതും ആണ് ഈ ജനറൽ ഇൻഫർമേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ ഒരു മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഹോൾഡേഴ്സിന് ഏതൊക്കെ പോസ്റ്റുകളാണ് ഇതിൽ ഈ നോട്ടിഫിക്കേഷനിൽ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ ഓരോ സെലക്റ്റഡ് ആയിട്ടുള്ള ചില RRBസിലെ കീഴിൽ എത്രയാണ് ഈ ഓരോ പോസ്റ്റിലും ഉള്ള വേക്കൻസി എത്രയാണ്, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ വിളിച്ചിരുന്ന പോസ്റ്റുകൾ ചിലത് മെർജ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ പോസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതുമാണ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കണ്ടന്റ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ജനറൽ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഈ പോസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന കുറച്ച് കോമൺ പോസ്റ്റുകൾ ഒരുമിച്ചാണ്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 29-നാണ്. അതുപോലെ തന്നെ ഇനി ഓഗസ്റ്റ് 29 രാത്രി 11:59 വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അത്രയും നേരത്തേക്കൊന്നും നിൽക്കരുത്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും സൈറ്റ് ഹാങ്ങിങ്ങോ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് പേര് ഇതിങ്ങനെ അർജ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് സമയത്തേക്കൊന്നും ഒരിക്കലും വെക്കരുത്. ഇപ്പോഴേ ജഡ്ജ് ചെയ്ത് അത് തീരുമാനിക്കാനായിട്ട് ശ്രമിക്കാം. ഇനീഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത് 35,400 ആണ്. വിശദമായിട്ടുള്ള ഒരു വീഡിയോ അമേസിന്റെ ചാനലിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടു നോക്കുക, പേയ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ദെൻ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 7,934 ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നതിലെ ടോട്ടൽ വേക്കൻസി എന്ന് പറയാം. ഓക്കെ, നോ ഇതിൽ ഏജ് ലിമിറ്റ്, പ്രധാനമായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് കൺഫ്യൂഷൻ വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. 18 to 36 എന്ന് പറയുമ്പോൾ അവർ ഓരോ കാറ്റഗറിയും ഏത് വർഷം ജനിച്ച അല്ലെങ്കിൽ ഏത് ഡേറ്റിൽ ജനിച്ചവരെ, ഏത് ഡേറ്റ് വരെ ജനിച്ചവരെ എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അൺറിസർവ്ഡ് ആൻഡ് എക്കണോമിക്കലി വീക്കർ സെഷൻ അവർക്ക് രണ്ടുപേർക്കും 2/1/1989, ഓക്കെ, ജനുവരി 2, 1989 ആ ദിവസമോ അതിന് ശേഷമോ ജനിച്ചവരായിരിക്കണം. ഓക്കെ, 2/1/1989 ആ ദിവസമോ അതിന് ശേഷമോ ജനിച്ചവർ എന്നുള്ള നിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ ഒരു ലോവർ ഏജ് ലിമിറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപരിധിയിൽ ഏറ്റവും താഴെ, ഏറ്റവും പ്രായം കുറഞ്ഞവരെത്ര എന്ന് നോക്കിക്കഴിഞ്ഞാൽ 1/1/2007 അതിന് ശേഷം ജനിച്ചവരെ എലിജിബിൾ അല്ല. 1/1/2007 വരെ ജനിച്ചവര്
എലിജിബിൾ ആണ്, അതിനുശേഷം ജനിച്ചവർ എലിജിബിൾ അല്ല എന്നുള്ളതും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏജ് ലിമിറ്റ്, ലോവർ ഏജ് ലിമിറ്റ് ആണ്. ഇനി OBC നോൺ ക്രീമി ലെയർ കാറ്റഗറിയിൽ വരുമ്പോൾ 2/1/1986 ആണ് അപ്പർ ഏജ് ലിമിറ്റ്. SC ST വിഭാഗക്കാർക്ക് 2/1/1984 ആണ് ഈ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പേജ് 7, ഏത് പേജിലാണെന്നും കൂടെ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേജ് 7 അത് കൃത്യമായിട്ട് അവർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡേറ്റ് റേഞ്ചിനുള്ളിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. ഇനി ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്? ഇപ്പോൾ സൂപ്പർവൈസർ, റിസർച്ച്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് കാഡറിലെ ഡിഗ്രി അല്ലെങ്കിൽ ഇക്വിവാലന്റ് ഉള്ളവർക്കാണ് എലിജിബിൾ ആയിട്ടുള്ളത്. ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റ്, അതിൽ 3 കൊല്ലത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്കോ അല്ലെങ്കിൽ അതിന് ഇക്വിവാലന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബിടെക്കുകാർക്കോ അപ്ലൈ ചെയ്യാം. 3 കൊല്ലം ഡിപ്ലോമ, ഇക്വിവാലന്റ് അല്ലെങ്കിൽ ബിടെക്, ഇവർക്കാണ് അത് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. അതിൽ ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഡിപ്ലോമയ്ക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പേജ് 41 മുതൽ 43 വരെയാണ് ഉള്ള ഭാഗത്താണ്. അപ്പൊ ഞാനിവിടെ പേജ് നമ്പർ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പേജ് നമ്പർ കൺഫ്യൂഷൻ ആവരുത്. നമ്മളൊരു PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ ഒരു പേജ് നമ്പർ കാണിക്കും. അതായത് ഇപ്പോൾ ഒരു അക്രോബാറ്റ് റീഡറോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്രോമിലൊക്കെയാണ് തുറക്കുന്നതെങ്കിൽ അതിലൊരു പേജ് നമ്പർ കാണിക്കും. നമ്മൾ അത് വെച്ചിട്ടാണ് സാധാരണ സെർച്ച് ചെയ്യാറ്. ആ പേജ് നമ്പറാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇൻക്ലൂഡിങ് നിങ്ങളുടെ ടൈറ്റിൽ പേജ്, ആ ടൈറ്റിൽ പേജ് അടക്കമുള്ള നമ്പർ തൊട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യാതെ 41 പേജ് നിങ്ങൾ ആ ഒരു PDF റീഡറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജ് കിട്ടും. ഓക്കെ, അത്തരത്തിലാണ് ഞാനത് ഇവിടെ പേജ് നമ്പർ കൊടുത്തിരിക്കുന്നത് നിങ്ങളോട് മെൻഷൻ ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോൺ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് RRB എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡാണ്. നമ്മുടെ കേരള PSC ഒക്കെ പോലെ. PSC എന്ന് പറയുന്നത് ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. സിമിലർലി ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു PWD, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അതിന് ഒരുപാട് സ്ഥലത്ത് ഓഫീസ് ഉണ്ട്. അവിടേക്കൊക്കെ കോമൺ ആയിട്ട് ഒരു സെലക്ഷൻ ചെയ്യുന്ന ഒരു ഏജൻസിയാണ് എന്ത്, അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് എന്ത്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സിമിലർലി ഒരുപാട് റെയിൽവേ ഓഫീസുകളിലേക്ക്, റെയിൽവേ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന ഓഫീസുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ബോർഡാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അല്ലാതെ ബോർഡിലേക്കല്ല നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ആ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന് കീഴിൽ വരുന്ന റെയിൽവേയുടെ ഓഫീസുകളിലേക്കാണ്, ആക്ച്വൽ വർക്കിംഗ് ഓഫീസുകളിലേക്കാണ്, ഫംഗ്ഷനിങ് ഓഫീസുകളിലേക്കാണ് നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നത്. അത് ആദ്യമേ മനസ്സിലാക്കാം. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ RRBക്കും ഒരു സെർട്ടൺ റീജിയണൽ, ഒരു സെർട്ടൺ ഏരിയ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് റിക്രൂട്ട് ചെയ്യാൻ എന്നുള്ള രീതിയിലാണ് ഓരോ RRBക്കും ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത്. ആ റീജിയനെ വിളിക്കുന്ന പേരാണ് സോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീജിയൻ ആണ് സൗത്ത് റീജിയൻ, അല്ലെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രം. ആക്ച്വലി ബാംഗ്ലൂർ എന്ന് പറയുന്നത് സൗത്ത് റീജിയൻ അല്ല, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലാണ്. ചെന്നൈയും ട്രിവാൻഡ്രവും ആണ് പ്രോപ്പർ ആയിട്ടുള്ള സൗത്ത് റീജിയൻ എൻ്റെ കീഴിൽ വരുന്നത്. അപ്പോൾ ആ സൗത്ത് റീജിയൻ എന്ന് പറയുന്നത് ഈ 7 എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കണ്ടോ, അവിടേക്ക് മൊത്തമായിട്ട് സെലക്ഷൻ ചെയ്യുന്ന റീജിയൻ ആണ്. ട്രിവാൻഡ്രത്തേക്ക് ഞാൻ അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ഉറപ്പിക്കാൻ പറ്റില്ല, ട്രിവാൻഡ്രത്തേക്കാണ് എനിക്ക് പോസ്റ്റിംഗ്, അല്ലെങ്കിൽ കേരളത്തിലായിരിക്കും എൻ്റെ പോസ്റ്റിംഗ് എന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. മേ ബി തമിഴ്നാട്ടിലേക്കും വരാം. അപ്പൊ അതുകൊണ്ട് പക്ഷേ സൗത്ത് റീജിയനിലേക്കായിരിക്കും എന്നുള്ള ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓരോ റീജിയനും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പൊ പലരും ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നോക്കും, അത് ഏത് RRBക്ക് കീഴിലുള്ള എക്സാമിലാണ് അല്ലെങ്കിൽ റീജിയൻ ആണ്, ഏത് RRBയുടെ കീഴിലാണ് മിനിമം കട്ട് ഓഫ് വന്നത് നോക്കും, അവിടേക്ക് അപ്ലൈ ചെയ്യും. ചിലപ്പോൾ അത് നോർത്ത് റീജിയൻ ആയിരിക്കാം, വെസ്റ്റേൺ റീജിയൻ ആയിരിക്കാം. അങ്ങനെ ഒരുപാട് അകലെ പോയി എക്സാം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ചെയ്യരുത് എന്നൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള തയ്യാറെടുപ്പ് അതിന് വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എക്സാമിന് 2 ദിവസം മുന്നെയോ 3 ദിവസം മുന്നെയോ ചിലപ്പോൾ യാത്ര തുടങ്ങേണ്ടി വരും. ആ യാത്രയുടെ ക്ഷീണം മാറ്റാനായിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്യണം ഒരു ദിവസം. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഫാക്ടേഴ്സും ഉണ്ട് എന്നുള്ളത്. അപ്ലൈ ചെയ്ത് വീട്ടിലിരിക്കുന്ന ആ ഒരു അവസ്ഥയല്ല, അതിനുശേഷം എക്സാം ആക്ച്വലി നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെന്ന് മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ട് വേണം ഈ അപ്ലിക്കേഷൻ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. അപ്പോൾ അജ്മീർ, ഭോപ്പാൽ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, അത്രയും മുൻകൂട്ടി എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടോ, ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സാഹചര്യമാണോ എന്നൊക്കെ അന്വേഷിച്ച്
ഇപ്പോൾ കാലാവസ്ഥയൊക്കെ വളരെ ചില സ്ഥലങ്ങളിലൊക്കെ പ്രതികൂലമൊക്കെ ആയിരിക്കും. അപ്പോൾ മുൻകൂട്ടി അങ്ങോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ടിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ കട്ട് ഓഫ് അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ ആ ഒരു ഇത് മാത്രം നോക്കിക്കൊണ്ട് ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവിടേക്കായിരിക്കും നിങ്ങൾക്ക് മിക്കവാറും ആ റീജിയനിലേക്കായിരിക്കും പോസ്റ്റിംഗും കിട്ടുക എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ RRBയും ഏതൊക്കെ സ്റ്റേറ്റിലാണ് വരുന്നത് എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഒന്ന് മെൻഷൻ ചെയ്യാം. അഹമ്മദാബാദ് ഗുജറാത്ത് സ്റ്റേറ്റിലാണ്, അജ്മീർ രാജസ്ഥാൻ, അലഹബാദ് ഉത്തർപ്രദേശ്, ബാംഗ്ലൂർ നമുക്ക് അടുത്ത് കിടക്കുന്ന ഒരു ഭാഗമാണ്, കർണാടക വരുന്നതാണ്, ഭോപ്പാൽ മധ്യപ്രദേശ്, ഭുവനേശ്വർ ഒഡീഷ, അതുപോലെ തന്നെ ബിലാസ്പൂർ ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ് പഞ്ചാബ് ആൻഡ് ഹരിയാന, അതൊരു യൂണിയൻ ടെറിട്ടറി ആണെന്ന് നമുക്കറിയാം. അതിനുശേഷം ചെന്നൈ തമിഴ്നാട്, ചെന്നൈ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്, അടുത്ത് കിടക്കുന്നതാണ്, സൗത്ത് റീജിയനിൽ വരുന്നതാണ്. ഗോരഖ്പൂർ ഉത്തർപ്രദേശ്, ഗുവാഹട്ടി ആസാം, ജമ്മു ശ്രീനഗർ ജമ്മു കാശ്മീർ, കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ, മാൽഡ വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ മുംബൈ മഹാരാഷ്ട്ര. മുംബൈയും അത്യാവശ്യം ഈ ഒരു RRBയിൽ ശ്രദ്ധിക്കപ്പെടുന്ന റീജിയൻ ആയിരിക്കും. കാരണം അത്യാവശ്യം നല്ല വേക്കൻസി വരുന്ന ഒരു ഭാഗമാണ് മുംബൈ. വേക്കൻസി വരുന്ന RRB ആണ് മുംബൈ എന്ന് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ മുംബൈ റീജിയനിൽ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. വേക്കൻസി കൂടുമ്പോൾ അതിനനുസരിച്ച് കോമ്പറ്റീഷൻ കൂടും. കാരണം ഈ മുംബൈ എന്ന് പറയുന്നത് ഈ 9th റീജിയനിൽ വരുന്നതാണ്. ഈ 9 എന്ന് പറയുന്ന ഈ ഒരു മൊത്തം റീജിയനെ സെലക്ട് ചെയ്യുന്നതാണ് ഈ മുംബൈ ഭാഗം. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ വരുന്നതാണ്. സോ സോറി 9th അല്ല, 9th അഹമ്മദാബാദാണ്. ഈ 8th റീജിയനിലാണ് ഈ മുംബൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗം വരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഒരുപാട് റീജിയൻസ് രണ്ടോ മൂന്നോ സ്റ്റേറ്റ്സിലേക്ക് കയറി കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള എല്ലാവരും അവിടേക്ക് അപ്ലൈ ചെയ്യും. കാരണം ഒരുപാട് വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് മുംബൈ ശ്രദ്ധിച്ച് നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ദെൻ മുസാഫർപൂർ അതുപോലെ തന്നെ ബീഹാറിലാണ്, പാട്ന ബീഹാർ, റാഞ്ചി ജാർഖണ്ഡ്, സെക്കന്ദ്രാബാദ് തെലങ്കാന. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നതും വളരെ അകലെ കിടക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല, അല്ലെങ്കിൽ ഒരുപാട് നോർത്തിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റിലേക്കോ പോയിട്ടുള്ളതല്ല. സെക്കന്ദ്രാബാദ് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് റീജിയനിലെ ആൾക്കാർ ഒന്ന് പ്രിഫർ ചെയ്യുന്ന ഒരു ഭാഗമാണ്. തെലങ്കാന സ്റ്റേറ്റിലേക്കാണ് ആന്ധ്ര രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തല്ലോ. ദെൻ സിലിഗുരി അത് വെസ്റ്റ് ബംഗാളാണ്. തിരുവനന്തപുരം നമ്മുടെ സ്ഥലം കേരള. അപ്പോൾ ഇത്രയും RRBസും കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, എത്ര ദൂരം നിങ്ങൾക്ക് ഏകദേശം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മെൻഷൻ ചെയ്തു. അതിൽ യെല്ലോ കളറിൽ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് കുറച്ചും കൂടെ അടുത്ത് കിടക്കുന്ന, സൗത്ത് റീജിയനോട് അടുത്ത് കിടക്കുന്നതോ സൗത്ത് റീജിയനിൽ കിടക്കുന്നതായിട്ടുള്ള ചില RRBs ആണ്. അപ്പോൾ അതിന് കീഴിലുള്ള റീജിയനുകളിലായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ പേജ് 8 അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫീസും അതിൽ എത്ര റീഫണ്ട് എന്നുള്ളത്. അപ്പോൾ റെയിൽവേയുടെ ഒരു പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷന്റെ സമയത്ത് ഒരു എമൗണ്ട് അവർ വാങ്ങും. അതിന്റെ ഒരു സെർട്ടൺ പോർഷനോ അല്ലെങ്കിൽ അത് മുഴുവനുമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ടയർ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും. അപ്പോൾ ജനറൽ OBC അതുപോലെ തന്നെ EWS വിഭാഗക്കാർക്ക് 500 രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ്. അതിൽ 400 രൂപ ടയർ 1 എഴുതുന്നവർക്ക് അവർ നിങ്ങളെ ബാങ്കിലേക്ക് റീഫണ്ട് ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൺലൈൻ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൺലൈനിൽ മാത്രമേ പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഏത് മീഡിയം വഴിയാണോ ഏത് ബാങ്ക് വഴിയാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് ഫീസ് അടച്ചത് അതേ ബാങ്കിലേക്കായിരിക്കും നിങ്ങളുടെ റീഫണ്ട് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കാം. അപ്പോൾ 400 രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. SC ST EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്, അതുപോലെ തന്നെ ഫീമെയിൽ, എക്സ് സർവീസ്മെൻ, ട്രാൻസ്ജെൻഡർ ഈ വിഭാഗക്കാർക്ക് 250 രൂപ അപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ അടയ്ക്കണം. അതിൽ ടയർ 1 നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ 250 രൂപയും നിങ്ങൾക്ക് തിരിച്ചു വരും. ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നവരായാലും അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഈ എക്സാം. ഫസ്റ്റ് ടയർ നിങ്ങൾ എഴുതുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ 250 രൂപ റീഫണ്ട് ചെയ്യില്ല. ഫസ്റ്റ് ടയർ എഴുതുന്ന ആ ഒരു ചെലവ് അവരൊന്ന് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നു എന്ന് മാത്രം. കാരണം ഒരു സ്റ്റുഡന്റിന് വേണ്ടി അത്രയും അവർ പ്രിപ്പറേഷൻ ചെയ്ത് ആ ഒരു സ്റ്റുഡന്റ് അത് അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് അത് നഷ്ടമാണ്. അപ്പോൾ ആ ഒരു 250 രൂപ അവർക്കത് കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അവരെടുത്ത എഫേർട്ടിന് നിങ്ങളൊരു വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ആ 250 രൂപ അവർ തിരിച്ചു തരുന്നു. ഓക്കെ, ഇതാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് അറിയാം. ഇനി റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പേജ് 13 നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 4 സ്റ്റേജിലായിട്ടാണ് നിങ്ങൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാലും സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാലും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് CBT എന്ന് പറയും. അപ്പോൾ CBT സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ആണ്. അപ്പോൾ CBT സ്റ്റേജ് 1 ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്,
അങ്ങനെ അതുപോലെ ജനറൽ സയൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്. സ്റ്റേജ് 2-ലാണ് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് വരുന്നത്. പക്ഷേ ഈ ഒരു തവണ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു അഡീഷണൽ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് CBT2 പ്യുവർലി ടെക്നിക്കൽ അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതിലും ഇപ്രാവശ്യം ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് എത്രയാണെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഈ 2 സ്റ്റേജും നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് സ്റ്റേജ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് മെഡിക്കൽ എക്സാമിനേഷൻസ്. വളരെ ക്രിട്ടിക്കൽ ആണ്, വളരെ സ്ട്രിക്റ്റ് ആണ് റെയിൽവേയുടെ പോളിസി. കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ളവരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. കാരണം അത്യാവശ്യം നല്ല ടയറിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് വർക്കും ഉണ്ട്, ഓഫീസ് വർക്കും ഉണ്ട്. രണ്ടാണെങ്കിലും നമ്മളെ മെന്റലി ആൻഡ് ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിരിക്കേണ്ട ഒരു ജോബാണ് ഈ ഒരു റെയിൽവേ എന്ന് പറയുന്നത്. അതിന്റെ ഷെഡ്യൂളൊക്കെ അങ്ങനെയാണ്. കാരണം 24 മണിക്കൂറും കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് വളരെ ക്രിട്ടിക്കൽ ആയിരിക്കണം, അലേർട്ട് ആയിരിക്കണം. എസ്പെഷ്യലി ആസ് എ ജൂനിയർ എഞ്ചിനീയർ നിങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ജോബാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മെഡിക്കലി യു ഷുഡ് ബി ഫിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് CBT സ്റ്റേജ് 1 എന്ന് പറയുന്നത് കോമൺ ഫോർ ഓൾ നോട്ടിഫൈഡ് പോസ്റ്റ് ഓഫ് ദിസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനിലെ എല്ലാ പോസ്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ളതാണ് CBT1. അതൊരു ജസ്റ്റ് ഒരു ഫിൽട്ടറിംഗ് പ്രോസസ് ആണ്. CBT1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. ഇനി എലിജിബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 120 മിനിറ്റ് വരെ സ്ക്രൈബിന്റെ സഹായത്തോടെ, കണ്ണ് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള സ്ക്രൈബിന്റെ സഹായത്തോടു കൂടിയൊക്കെ നിങ്ങൾക്ക് അനുവദിക്കുന്നതായിരിക്കും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100 ആണ്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റിലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കാം. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റഡ്. എത്ര കാൻഡിഡേറ്റ്സിനെ അവർ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുള്ളതും കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. 15 ഇരട്ടി, അതായത് എത്രയാണോ വേക്കൻസി ഓഫ് പോസ്റ്റ്, അതിൽ 15 ഇരട്ടി ആൾക്കാരെ അവർ അടുത്ത സ്റ്റേജിലേക്ക് കണക്കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി CBT സ്റ്റേജ് 1-ലുള്ള അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലുള്ള കണ്ടൻസ് അല്ലെങ്കിൽ സിലബസ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, ഈ 4 ഭാഗങ്ങളായിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. മാത്തമാറ്റിക്സിൽ 30 ക്വസ്റ്റ്യനും 30 മാർക്ക്, ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്കാണ്, 30 ക്വസ്റ്റ്യൻ. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ്സിന് 15 ക്വസ്റ്റ്യൻ, ജനറൽ സയൻസിന് 30 ക്വസ്റ്റ്യൻ. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു CBT1-ന്റെ. അപ്പോൾ ഇതിൽ വേറെ ടെക്നിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ഇത് എല്ലാ ബ്രാഞ്ചിനും കോമൺ ആണ്, അല്ലെങ്കിൽ എല്ലാ പോസ്റ്റിനും കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് അങ്ങനെ പോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ ഉണ്ടായിരിക്കില്ല. ജനറൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ ഒരു ബേസിക് എബിലിറ്റീസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് CBT സ്റ്റേജ് 1-ന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിന്റെയും സിലബസ് കൃത്യമായിട്ട് ഈ പേജ് 13 കൊടുത്തിട്ടുണ്ട്. ബോർഡ് മാത്സ് റൂൾ, അങ്ങനെയുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു +2 ലെവലിലോ ഒക്കെ പാസ്സായവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ് മാത്തമാറ്റിക്സും ജനറൽ ഇന്റലിജൻസും ഒക്കെ ഉണ്ടായിരിക്കുക. ജനറൽ അവയർനെസ്സും ജനറൽ അവയർനെസ് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഈ ജനറൽ ഇപ്പൊ നമ്മൾ നടക്കുന്ന ജനറൽ നോളേജ് കാര്യങ്ങൾ, കാലാനുസൃതമായിട്ടുള്ള കാലിക പ്രസക്തിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നതല്ലായിരിക്കും. ഇനി മിനിമം പെർസെൻറ്റേജ് മാർക്ക് എത്രയാണെന്നും കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അൺറിസർവ്ഡ് ആൻഡ് എക്കണോമിക്കലി വീക്കർ സെഷൻ ആണെങ്കിൽ 40% മാർക്ക് നിങ്ങളിതിൽ, ഞാൻ പറഞ്ഞു എത്രയാണ്, 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 100-ലാണ് ഔട്ട് ഓഫ് 100 യു ഹാവ് ടു സ്കോർ 40 മാർക്സ്. 40 മാർക്കെങ്കിലും. അത് സെക്ഷൻ വൈസ് ആയിട്ടുള്ള കട്ട് ഓഫ് ഒന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടോട്ടൽ ഒരു 40% മാർക്ക് വാങ്ങിയിരിക്കണം. അതുപോലെ തന്നെ OBC ആൻഡ് SC വിഭാഗക്കാർക്ക് 30%, ST വിഭാഗക്കാർക്ക് 25% മാർക്കും വാങ്ങണമെന്നാണ് അവർ മെൻഷൻ. ഇത്രയും മാർക്ക് വാങ്ങിയവരെ അടുത്ത സ്റ്റേജിലേക്ക് അവർ കണക്കാക്കുള്ളൂ. ഇനി CBT സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 മിനിറ്റ്സിന്റെ എക്സാം ആണ്. 160 മിനിറ്റ് ഫിസിക്കലി ഡിസബിലിറ്റി ഉള്ളവർക്ക് കിട്ടുന്നതായിരിക്കും. 150 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യണം. അതിൽ വെർച്വൽ കാൽക്കുലേറ്റർ അവൈലബിൾ ആയിരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിൽ, മോണിറ്ററിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വെർച്വൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇപ്പോഴേ പരിശീലിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ കാൽക്കുലേറ്റർ നമ്മൾ ഫിസിക്കൽ കാൽക്കുലേറ്റർ ചെയ്യുന്ന പോലെ ഈസി അല്ല. മൗസ് അങ്ങോട്ട് പോയിന്റ് ചെയ്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓരോ നമ്പറും ടൈപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് എൻ്റർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് സമയം പോകുന്ന പ്രോസസ്സാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യനേക്കാൾ സമയം കുറവാണ്. 150 ക്വസ്റ്റ്യനും 120 മിനിറ്റുമാണ്. അതുകൊണ്ട് ഈ വെർച്വൽ കാൽക്കുലേറ്റർ ഒന്ന് പരിചയപ്പെടുന്നത്, ഇതുവരെ പരിചയപ്പെടാത്തവർ ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. അത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നല്ലതാണ്. ഇനി നമ്പർ ഓഫ് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാക്കൻസിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ
എത്ര വേക്കൻസി ഉണ്ടോ അത്രയും ആൾക്കാരെയാണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. നേരത്തെ 15 ടൈംസ് ആയിരുന്നത് ഇപ്പൊ ഈക്വൽ ടു നമ്പർ ഓഫ് വേക്കൻസി ആയിട്ട് മാറും. അതുകൊണ്ട് ഒരുപാട് പേരെ സ്ക്രീനിങ് ചെയ്ത് ഫിൽറ്ററിങ് ചെയ്ത് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ സെക്കൻഡ് സ്റ്റേജ്. ഇനി എന്തൊക്കെയാണ് ഈ സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് വരുന്ന സിലബസിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജനറൽ അവയർനെസ് ഉണ്ട്, 15 മാർക്കിന്റെ ജനറൽ അവയർനെസ്. ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്ക്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻസ് 10 മാർക്ക്. ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്. ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്ക്. അപ്പൊ മാക്സിമം വെയിറ്റേജ് ടെക്നിക്കൽ എബിലിറ്റി. ഇവിടെയാണ് നമ്മൾ ഏത് പോസ്റ്റ് ആണോ നിങ്ങളുടെ ഏത് ബ്രാഞ്ച് ആണോ എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരിക്കും. ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ലാഘവത്തോടു കൂടെ പോകരുത്. അത് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണ്, നല്ല ഒരു കോമ്പറ്റീഷൻ ഉള്ള എക്സാം ആണ്. ആ ലെവലിൽ തന്നെ സീരിയസ്നെസ്സോട് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം ആ ടെക്നിക്കൽ എബിലിറ്റി എക്സാമിന്. ദെൻ ഇവിടെയും ഒരു പെർസെൻറ്റേജ് കട്ട് ഓഫ് അവർ പറഞ്ഞിട്ടുണ്ട്. 40% തന്നെയാണ് നേരത്തെ പറഞ്ഞ CPT 1 പറഞ്ഞ അതേ കട്ട് ഓഫ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അൺറിസർവ്ഡ് ആൻഡ് എക്കണോമിക്കലി വീക്കറിന് 40%, OBC ആൻഡ് SCക്ക് 30%, ST വിഭാഗക്കാർക്ക് 25% എന്നാണ് അവർ മിനിമം പെർസെൻറ്റേജ് CBT 2 ക്ലിയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സ്റ്റേജും കൂടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതുപോലെ തന്നെ അതുപോലെ തന്നെ മെഡിക്കൽ എക്സാമിനേഷനും അവർ നിങ്ങളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫിഫ്ത്ത് സ്റ്റേജ് ഈസ് യുവർ അപ്പോയിൻമെന്റ്. വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഫ്രം ദാറ്റ് ഡേ യു ആർ RRB ജൂനിയർ എഞ്ചിനീയർ. ഇനി ഓരോ അഡ്രസ്സ് അല്ലെങ്കിൽ RRBക്ക് വേണ്ട അഡ്രസ്സുകൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ഓരോ ഏത് RRB ആണ് ചൂസ് ചെയ്യുന്നത് അവിടെയായിരിക്കും നിങ്ങൾ പോയി എക്സാം എഴുതേണ്ടി വരും. അവിടെയായിരിക്കും ആ റീജൻ ആയിരിക്കും നിങ്ങൾ പോസ്റ്റിങ്ങും വരുന്നത് എന്നുള്ളത് മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഹൗ ടു അപ്ലൈ ആ പ്രൊസീജിയർ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത RRBയിലെ കീഴിൽ ആ ലിങ്കിലേക്ക് പോയതിനു ശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് വായിച്ചതിന് ശേഷം, ഓരോന്നും എന്താണ് ചോദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള PDF, അതായത് സിഗ്നേച്ചർ, നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പുതിയതായിട്ട് എടുത്ത ഒരു ഫോട്ടോ, അത് നിർബന്ധമാണ്. കാരണം എന്തെങ്കിലും ക്ലാരിറ്റി കുറവോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന തരത്തിലല്ല ഈ ഫോട്ടോ എങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. അതൊരു ദയം അവർ കാണിക്കില്ല. കാരണം ഒരുപാട് അപ്ലിക്കേഷൻസ് അവർക്കുണ്ട്. അപ്പോൾ ഒരാൾ റിജക്റ്റ് ചെയ്തതൊന്നും അവർക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം. ദെൻ സിഗ്നേച്ചർ കൃത്യമായിരിക്കണം. അതിൽ ഈ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി പേരെഴുതി അടിയിലൊരു വര വരയ്ക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത്. കൃത്യമായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ എങ്ങനെയാണോ നിങ്ങൾ ഇടാറ് അതുപോലെ തന്നെ ഇടണം. അതും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം സിഗ്നേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ഈ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ PDF അവർ പറഞ്ഞിരിക്കുന്ന സൈസിൽ കംപ്രസ് ചെയ്ത് സൂക്ഷിക്കുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇടയ്ക്ക് കയറി ഇതൊന്നും എടുത്തിട്ടില്ല എന്നുള്ളൊരു ഇത് വരരുത്. ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേജ് 17 നോക്കിയാൽ മതി. അത് റെഡിയാക്കി വെക്കുക. ഫിൽ ദ അപ്ലിക്കേഷൻ വിത്ത് കറക്റ്റ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷനും തെറ്റരുത്. സ്പെല്ലിങ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അഡ്രസ്സ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, എന്തൊക്കെയാണ് നിങ്ങളുടെ പേര്, അതിൻ്റെയൊക്കെ സ്പെല്ലിങ്ങുകൾ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന പ്രൂഫ് അവർ ചെക്ക് ചെയ്യുന്നത് ആ പ്രൂഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതുമായിട്ട് സ്പെല്ലിങ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി മീഡിയം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 13 റീജിയണൽ ലാംഗ്വേജിൽ എക്സാംസ് അവൈലബിൾ ആണ്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതിന്റെ കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ലാംഗ്വേജ് മലയാളമാണോ, തമിഴ്, കന്നഡ, അതുപോലെ തന്നെ ഹിന്ദി, അങ്ങനെ 13 റീജിയണൽ ലാംഗ്വേജസിൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്, ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ സാധാരണ മലയാളമാണ് സെലക്ട് ചെയ്യാറ്. ഇംഗ്ലീഷ് അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും, ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ മലയാളം സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് ഇനി എല്ലാം മലയാളത്തിലായിരിക്കും, ഒന്നും പേടിക്കണ്ട. ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ഏതെങ്കിലും റീജിയണൽ ലാംഗ്വേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാമെന്നാണ് അവിടെ പറയുന്നത്. ഇനി ഓൺലൈൻ പേയ്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഓൺലൈൻ പേയ്മെന്റ് ഓൺലൈൻ വഴി മാത്രമേ നടക്കുള്ളൂ. ഓൺലൈൻ പേയ്മെന്റ് ഒബ്വിയസ്ലി ഓൺലൈൻ ആണ്. പേയ്മെന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ മോഡ് വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ പണ്ടത്തെ പോലെ DD, ചെക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഓൺലൈൻ വഴി മാത്രം. ആ പേയ്മെന്റ് ചെയ്ത ബാങ്കിലേക്കായിരിക്കും നിങ്ങളുടെ റീഫണ്ട് വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID-യും ഫ്രീക്വന്റ്ലി ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഇമെയിൽ ID, അതിൽ അവർ എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലേക്കായിരിക്കും അയക്കുക.
അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അതിലേക്കായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക. അതുകൊണ്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ഫൈനൽ സബ്മിഷൻ. വൺസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ പോസിബിൾ അല്ല. അതുകൊണ്ട് ഓരോന്നും കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻസ് ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. അവർക്ക് എന്തൊക്കെ പോസ്റ്റുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ഡ്യൂട്ടീസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഡ്യൂട്ടീസ് നമുക്കൊരു എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ഒന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ RRBക്ക് കീഴിലും ഈ ഓരോ പോസ്റ്റിനും എത്ര ഒഴിവുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് എലിജിബിൾ പോസ്റ്റ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കാറ്റഗറി നമ്പർ ആണ്. നിങ്ങളുടെ അപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നതിൽ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടായിരിക്കും. ആ കാറ്റഗറി നമ്പറിന്റെ അവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ കാറ്റഗറി നമ്പർ ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലേക്കുള്ളത്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസസ്, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ EMU ആൻഡ് TRS, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ, ഇലക്ട്രിക്കൽ TRD വർക്ക്ഷോപ്പ്, ജൂനിയർ എഞ്ചിനീയർ ട്രാക്ക് മെഷീൻ. ഇത് ഇലക്ട്രിക്കൽ പോസ്റ്റുകളാണെങ്കിലും അത് മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. ട്രാക്ക് മെഷീൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ റിലേറ്റഡ് വർക്കാണ്. ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ കാരേജ് ആൻഡ് വാഗൺ, ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് വർക്ക്ഷോപ്പ്, ദെൻ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ മെക്ക്, അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ പവർ, ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, മെക്കാനിക്കൽ R&D, മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് R&D, ദെൻ ഇലക്ട്രിക്കൽ ഡീസൽ ഷെഡ്, ദെൻ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ദെൻ ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്. ഇത് എല്ലാ ഗ്രാജുവേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്നത് സ്റ്റോഴ്സ് ഡിപ്പോയിൽ എല്ലാവർക്കും ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ഏത് ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ RRBക്കും ഇത് എത്രത്തോളം ഒഴിവ്. അപ്പം ഞാൻ പറഞ്ഞു എല്ലാ RRBയുടെയും ഒഴിവുകളും ഞാൻ പരിശോധിക്കുന്നില്ല. ഞാൻ നേരത്തെ ആ ഒരു യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരുന്ന ബാംഗ്ലൂർ, ചെന്നൈ, സെക്കൻഡറാബാദ്, അതുപോലെ തന്നെ തിരുവനന്തപുരം, മുംബൈ ഞാൻ ഇവിടെ പറയാൻ കാരണം അത് ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്ന ഒരു RRB ആയതുകൊണ്ടാണ്. മാത്രമല്ല സൗത്ത് റീജിയണിൽ ഏറ്റവും ഒഴിവ് ചെന്നൈ റീജിയണിലാണ്. അതും കൂടെ അറിഞ്ഞിരിക്കുക. ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്നത് എന്നുള്ളതും അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ RRBക്ക് കീഴിലും എത്ര ഒഴിവും ഓരോ പോസ്റ്റും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കാറ്റഗറി ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ആൻഡ് ഡ്രോയിങ് പ്രൊഡക്ഷൻ യൂണിറ്റ് ആൻഡ് R&D. ഇപ്പോൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ, ഡ്രോയിങ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ഉള്ള വർക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. നിങ്ങൾ അതിന്റെ എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ ഡിസൈൻ പ്രൊസീജിയർ, ഡിസൈൻ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കാര്യങ്ങളൊക്കെ, ഡ്രോയിങ്ങുകൾ തയ്യാറാക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ഓഫീസ് വർക്ക് പോലെയുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ബംഗളൂരു റീജിയണിൽ 9 ഒഴിവാണ്, ചെന്നൈ 27, മുംബൈ 44, സെക്കൻഡറാബാദ് 6, തിരുവനന്തപുരത്ത് ഒഴിവ് ഈ ഒരു കാറ്റഗറിയിൽ ഇല്ല എന്നുള്ളത് അറിയാം. ദെൻ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ജനറൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സബ്സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ഈ ഓവർ ഹെഡ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ സർവീസുകൾ, അതുപോലെ തന്നെ മെയിൻ്റനൻസ്, ഇതൊക്കെ ആണ് ഈ ഒരു കാറ്റഗറിയിലെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു കാറ്റഗറിയിൽ ബാംഗ്ലൂർ 8 ഒഴിവുണ്ട്, ചെന്നൈ 32, മുംബൈ 67, സെക്കൻഡറാബാദ് 14, തിരുവനന്തപുരത്ത് 15 ഒഴിവുകളുണ്ട്. ഇപ്പോൾ മെക്കാനിക്കലിനും ഇലക്ട്രിക്കലിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഈ 4ാമത്തെ കാറ്റഗറി നമ്പർ. ഇനി 5ാമത്തെയാണ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ EMU ആൻഡ് TRS എന്ന് പറയുന്ന ഒരു കാറ്റഗറി. EMU ആൻഡ് TRS. EMU എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ്, TRS എന്ന് വെച്ചാൽ ട്രാക്ഷൻ റോളിംഗ് സ്റ്റോക്ക് എന്നാണ്. ട്രാക്ഷൻ റോളിംഗ് സ്റ്റോക്ക്, ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് അല്ലെങ്കിൽ ട്രാക്ഷൻ റോളിംഗ് സ്റ്റോക്ക്. EMU എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മെമു വണ്ടികളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ മെമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. അത്തരത്തിലുള്ള മെമു അല്ലെങ്കിൽ ഡെമു ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. അപ്പോൾ ഇലക്ട്രിക് ലോക്കോമോട്ടീവ്സിന്റെ മെയിൻ്റനൻസ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസിന്റെ മെയിൻ്റനൻസ്, അതിന്റെ ഫംഗ്ഷനിങ്, അതുപോലെ തന്നെ ഓവറോളിങ്, അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസ് ആണ് ഒരു ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ EMU ആൻഡ് TRS ഇതിന് വരുന്നത്. അപ്പോൾ അതിൽ ബാംഗ്ലൂർ ഒരു ഒഴിവ്, ചെന്നൈ 44 ഒഴിവുണ്ട്, മുംബൈ 91 ഒഴിവുണ്ട്, സെക്കന്ദരാബാദ് 24 ഒഴിവ്,
തിരുവനന്തപുരത്ത് ഒഴിവില്ല ഈ ഒരു കാറ്റഗറി. തിരുവനന്തപുരത്ത് പൊതുവെ കുറച്ച് ഒഴിവുകൾ കുറവാണ്. പക്ഷെ അതിനനുസരിച്ച് ചെന്നൈയിൽ അത്യാവശ്യം ഒഴിവുണ്ട്. സൗത്ത് റീജിയൻ ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ. ഇനി അടുത്തായിട്ട് വരുന്നത് 6ാമത്തെ കാറ്റഗറി ആയിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഓഫീസ് വർക്ക് ആണ്. അതുകൊണ്ട് ഒരു സ്ഥലത്തും അതിന് ഒഴിവില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ സൗത്ത് റീജിയനിൽ ഒഴിവില്ല. കുറച്ച് നോർത്ത് അല്ലെങ്കിൽ വെസ്റ്റേൺ റെയിൽവേയിലൊക്കെ വരുമ്പോഴാണ് അതിന്റെ ഒഴിവ് വരുന്നത്. അപ്പോൾ ഈ സൗത്ത് റീജിയനിൽ അധികം ആരും പ്രിഫർ ചെയ്യാത്ത ഒരു ഇതാണ്. കാരണം അവിടെ ഒന്നുമില്ല. സൗത്ത് റീജിയനിലെ ആൾക്കാർ അവിടെ പോയി എഴുതുകയാണെങ്കിൽ മാത്രമേ അത് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഇവിടെ വേറെ സ്ഥലത്തും ഒഴിവൊന്നുമില്ല. ദെൻ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ TRD, ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഓവർ ഹെഡ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഓവർ ഹെഡ് എക്യുപ്മെന്റ്സിന്റെ ഒക്കെ മെയിൻ്റനൻസും അതുപോലെ തന്നെ ചെക്കിങ്ങും ഒക്കെയാണ് ഈ ഒരു TRD ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ബാംഗ്ലൂർ 34, ചെന്നൈ 42, മുംബൈ 90, സെക്കന്ദരാബാദ് 61, തിരുവനന്തപുരത്ത് ഇതിൽ 17 ഒഴിവുകളുണ്ട്. TRD എന്ന് പറയുന്നത് ഈ പവർ സപ്ലൈ സിസ്റ്റത്തിന്റെ ഒക്കെ ഇൻസ്റ്റാളേഷനും അതുപോലെ തന്നെ അതിന്റെ കൺട്രോളും ഒക്കെ ഈ ഒരു TRD ഡിപ്പാർട്ട്മെന്റിൽ ആണ് വരുന്നത്. ഇനി ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ 7 ഒഴിവ്, ചെന്നൈ 5, മുംബൈയിൽ 48, സെക്കന്ദരാബാദ് 3, തിരുവനന്തപുരത്ത് അതിലെ ഒഴിവുകളൊന്നും ഇല്ല. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഈ തിരുവനന്തപുരമൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ ഒരു കാറ്റഗറിയിൽ 17 ഒഴിവുകളുണ്ട് എന്നുള്ളത് അറിയാം. ഇനി പ്യുവർ മെക്കാനിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ട്രാക്ക് മെഷീൻ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒന്നാണ് ഈ ട്രാക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതിലുള്ള എന്തെങ്കിലും മാൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഡീഫർമേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ട്രാക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ ട്രാക്ക് മെഷീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ബാംഗ്ലൂർ 45, ചെന്നൈ 35, മുംബൈ 120, സെക്കന്ദരാബാദ് 20 ആൻഡ് തിരുവനന്തപുരം 0. തിരുവനന്തപുരത്ത് ഒഴിവില്ല. ഇനി നെക്സ്റ്റ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജോബ്. ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. കാരേജ് അല്ലെങ്കിൽ വാഗൺ, കാരേജ് ആൻഡ് വാഗൺ. ഒരു റെയിൽവേയിൽ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഓഫീസറാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ കാരേജ് ആൻഡ് വാഗൺ. ഈ കാരേജ് ആൻഡ് വാഗൺ ഈ അണ്ടർ കാരേജ് പോർഷൻസ് അതല്ലെങ്കിൽ ആ കാരേജിന്റെ അടിയിലുള്ള വീല് അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റം, അവിടെ കുറച്ച് പമ്പുകളൊക്കെ ഉണ്ട്. ആ ബ്രേക്ക് സിസ്റ്റത്തിന്റെ അതുപോലെ തന്നെ പ്രോപ്പർ അതുപോലെ തന്നെയുള്ള പൈപ്പിംഗ് സിസ്റ്റത്തിന്റെ ഒക്കെ ചെക്കിങ് ചെയ്ത് അത് ഒരു വാഗൺ അല്ലെങ്കിൽ അത് നമുക്ക് ഫീൽഡിലേക്ക് ഇറക്കാൻ ഫിറ്റ് ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ കാരേജ് ആൻഡ് വാഗണിന്റെ ഫങ്ഷൻസ്. വെരി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. ഇപ്പോൾ ബാംഗ്ലൂർ 39 ഒഴിവ്, ചെന്നൈ 56, മുംബൈ 48, സെക്കന്ദരാബാദ് 3, തിരുവനന്തപുരത്ത് 26 ഒഴിവാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും കൂടി അത്യാവശ്യം നല്ല ഒഴിവ് സൗത്ത് റീജിയനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് വർക്ക്ഷോപ്പ്. പക്ഷെ ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫീൽഡ് വർക്ക് ആയിരിക്കും. ഈ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലെ മിക്കവാറും കേസുകളൊക്കെ ഒരു 80% ഫീൽഡ് വർക്ക് ആയിരിക്കും. ഓഫീസ് വർക്ക് എന്റെ പോസ്റ്റ് വളരെ കുറവാണ്. നേരത്തെ നമ്മൾ കണ്ടു R&D എന്നൊക്കെ പറയുന്ന ഓഫീസ് വർക്കാണ് കൂടുതലും. വളരെ കുറച്ച് പെർസെൻറ്റേജ് ഒരു ഫീൽഡ് വർക്ക് ഉണ്ടായിരിക്കുള്ളൂ, എന്തെങ്കിലും ചെക്കിങ്ങിനോ മെഷർമെന്റിനോ ഒക്കെ വേണ്ടി. അല്ലാതെ ബാക്കി എല്ലാതും എന്തായിരിക്കും, ഓഫീസ് വർക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പോസ്റ്റ് വളരെ കുറവാണ്. ഈ ഫീൽഡ് വർക്കിന് അതിൻ്റെതായിട്ടുള്ള അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും കുറച്ചും കൂടെ. അതായത് ഇപ്പോൾ നമ്മൾ നൈറ്റ് ഷിഫ്റ്റിലുള്ള അലവൻസ്, അങ്ങനത്തെ എക്സ്ട്രാ വർക്കുകൾക്ക് എന്തെങ്കിലും അലവൻസുകളും കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് തന്നെ സാലറി കുറച്ച് കൂടുതലായിരിക്കും ഈ ഫീൽഡ് വർക്ക് ജോബുകൾക്ക്. ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ വർക്ക്ഷോപ്പ് വരുമ്പോൾ ബാംഗ്ലൂർ 39, ചെന്നൈ 120, മുംബൈ 141 ഒഴിവ്, സെക്കന്ദരാബാദ് 20, തിരുവനന്തപുരത്ത് ആ കാറ്റഗറിയിൽ ഒഴിവില്ല എന്നുള്ളത് അറിയാം. അടുത്ത കാറ്റഗറി ജൂനിയർ എഞ്ചിനീയർ ഡീസൽ മെക്കാണ്. ഡീസൽ മെക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ ലോക്കോമോട്ടീവ്സിന്റെ മെയിൻ്റനൻസ് ഓപ്പറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഒരു ഡീസൽ മെക്കിന്റെ ഫങ്ഷൻസ്. എല്ലാ പോസ്റ്റിലും കറസ്പോണ്ടിങ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തുടക്കം തന്നെ ഇതൊരു ഹെക്ടിക് ജോബ് ആയിരിക്കും എന്നൊന്നും വിചാരിക്കരുത്. നല്ല എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസ് ഉണ്ട്, അവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അത് സാധാരണ ഒരു ഇൻഡസ്ട്രിയിൽ ചെന്നാൽ അങ്ങനെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ്, നമ്മളെക്കാൾ അറിവ് അവർക്ക് ആ ഫീൽഡിലുണ്ട്. ഒബ്വിയസ്ലി ആ ഒരു അറിവ് അവരുടെ നിന്നാണ് നമ്മൾ കൂടുതലും കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. പിന്നെ നമ്മളൊരു ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ തിങ്കിങ് വഴി കുറച്ചും കൂടെ മെച്യൂരിറ്റിയിൽ കാര്യങ്ങൾ പതുക്കെ വരുമെന്ന് മാത്രം. അത് ഏത് ജോബായാലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ബാംഗ്ലൂരും തിരുവനന്തപുരം ഒഴിവില്ല. ചെന്നൈ 7, മുംബൈ 17, സെക്കന്ദരാബാദ് 4 ഒഴിവാണ് ഉള്ളത്. ഇനി മെക്കാനിക്കൽ പവർ സിസ്റ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ അതിനെപ്പറ്റി അധികം പറയുന്നില്ല, കാരണം ഈ ഭാഗത്തൊന്നും അതിൽ ഒഴിവില്ല. ദെൻ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ, അതായത് ഈ വീൽസിന്റെ അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ,
അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ 6, ചെന്നൈ 53, മുംബൈ 0, സെക്കന്ദരാബാദ് 0, തിരുവനന്തപുരവും 0 ആണ്. അപ്പോൾ ബാംഗ്ലൂരും ചെന്നൈ മാത്രമേ അതിൽ ഒഴിവുള്ളൂ. ദെൻ നെക്സ്റ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ R&D ഞാൻ പറഞ്ഞ ഓഫീസ് വർക്ക് ആണ്, അതിലും ഒഴിവില്ല ഈ ഭാഗങ്ങളിലൊന്നും. അഗെയിൻ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലും ഒഴിവില്ല മെക്കാനിക്കലിന്റെ കേസിൽ. ദെൻ ഡീസൽ ഇലക്ട്രിക്കൽ, ഡീസൽ ഷെഡ്, ഡീസൽ ലോക്കോമോട്ടീവ്സിന്റെ മെയിൻ്റനൻസ് ഓവറോളിംഗ് ഒക്കെ വരുന്ന ഭാഗം ബാംഗ്ലൂർ 1, ചെന്നൈ 6, മുംബൈ 7, സെക്കന്ദരാബാദ് 4, തിരുവനന്തപുരത്ത് അതിന് ഒഴിവില്ല. ഓക്കെ, പൊതുവെ ഒഴിവ് കുറച്ച് കുറവാണ് ഡീസൽ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്. ദെൻ ലാസ്റ്റ് 2 പോസ്റ്റുകൾ നമുക്ക് പറ്റുന്ന നോക്കുകയാണെങ്കിൽ ഈ മെക്കാനിക്കലിന് പറ്റുന്ന നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഡീസൽ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ ആകെ ഒരു ഒഴിവാണ് സൗത്ത് റീജിയനിലുള്ളത്, വേറെ എവിടെയും അതിന് ഒഴിവില്ല. ഡിപ്പോ സൂപ്രണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബിടെക് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട് എന്ന് പറയുന്നത്. ബാംഗ്ലൂർ 13, ചെന്നൈ 16, മുംബൈ 127, സെക്കന്ദരാബാദ് 19, തിരുവനന്തപുരത്ത് അതിന് അഗെയിൻ ഒഴിവില്ല. അപ്പൊ തിരുവനന്തപുരത്ത് പൊതുവെ ഒഴിവുകൾ കുറച്ച് കുറവാണ് എന്നുള്ളത് അറിയാം. അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് മെക്കാനിക്കൽ ഓർ എനി ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ വിളിച്ച നോട്ടിഫിക്കേഷൻ, കൊറോണയ്ക്ക് മുന്നേ 2018 ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ആ ഒരു സമയത്ത് വിളിച്ച നോട്ടിഫിക്കേഷനിൽ ചില പോസ്റ്റുകൾ മെർജ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ പോസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുള്ളൂ. ജൂനിയർ എഞ്ചിനീയർ കാരേജ് ആൻഡ് വാഗൺ, റിസർച്ച് ആൻഡ് മെക്കാനിക്കൽ ടെസ്റ്റിംഗ്, മെക്കാനിക്കൽ കാരേജ്, മെക്കാനിക്കൽ MP, ഇതെല്ലാം കൂടെ ചേർത്ത് അവരിപ്പോൾ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ കാരേജ് ആൻഡ് വാഗണിന്റെ കീഴിലാണ് ഇപ്പോൾ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ R&Dയിലുള്ള ഒരു 3 പോസ്റ്റും കാരേജ് ആൻഡ് വാഗൺ അതിലും വരുന്ന ഒരു പോസ്റ്റും കൂടെ ചേർത്ത് ഇപ്പോൾ അത് കാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ പോസ്റ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ദെൻ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ഡിസൈൻ മെക്കാനിക്കൽ, ഡീസൽ മെക്ക് വർക്ക്ഷോപ്പ്, മെക്കാനിക്കൽ വർക്ക്ഷോപ്പ്, മിൽറൈറ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ ആൻഡ് വർക്ക്ഷോപ്പ് എന്നുള്ള ഒരു സിംഗിൾ കാറ്റഗറിയിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് ഈ ഡിസൈനിലുള്ള എല്ലാ കാറ്റഗറിയും R&Dയിലുള്ള എല്ലാ കാറ്റഗറിയും ചേർന്ന് ഒരു സിംഗിൾ പോസ്റ്റ് ആക്കിയിട്ട് അത് മാറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കൃത്യമായിട്ട് എത്രയായിരിക്കും ഇനി ഒരു കട്ട് ഓഫ് എന്ന് പറയാനായിട്ട് പറ്റും. അതായത് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നോക്കിക്കൊണ്ട് ഈ വർഷത്തെ കട്ട് ഓഫ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഒരിക്കലും കട്ട് ഓഫ് നോക്കിയിട്ട് ഒന്നും തീരുമാനിക്കരുത്. കാരണം ഇത്രയും പോസ്റ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ഓഫ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഓരോ RRBക്കും ഈ ഒരു പോസ്റ്റിൽ അവിടെ ഒഴിവുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ED അതിനൊരു സിംഗിൾ കട്ട് ഓഫ് ഉണ്ടായിരുന്നു, MP വേറൊരു കട്ട് ഓഫ് ഉണ്ടായിരുന്നു, ടെസ്റ്റിംഗ് വേറൊരു കട്ട് ഓഫ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോൾ ഒരു സിംഗിൾ പോസ്റ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ഓഫ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കട്ട് ഓഫ് നോക്കി ഒന്നും തീരുമാനിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് അധികം മാറി നിൽക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഈ റീജിയനിലെ അടുത്ത് വേണം, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ അകലെ പോകാനായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഓരോ RRBയും തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ കുറച്ച് ഒരു സെക്കന്ദരാബാദ്, മുംബൈ മുതലുള്ള ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. മുംബൈ പറയാൻ എസ്പെഷ്യലി കാരണം അവിടെ ഒഴിവുകൾ ഏറ്റവും കൂടുതൽ അവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ സൗത്ത് റീജിയനിൽ ചെന്നൈയിലാണ് ഒരുവിധപ്പെട്ട ഒഴിവുകൾ വരുന്നത്. അപ്പോൾ ഈ 2 കാറ്റഗറി നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം എന്നതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അല്ലാതെ ഒരു റാൻഡം ആയിട്ട് ഒരു ലേമാൻ ഇതിൽ നിങ്ങളത് എടുക്കരുത്. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കിക്കൊണ്ടോ കോമ്പറ്റീഷൻ കുറവ് അവിടെയാണെന്ന് നോക്കിയിട്ടുണ്ടോ അങ്ങനെയൊന്നും എടുക്കരുത്. പ്രോപ്പറായിട്ട് എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് വേണം ലിസ്റ്റ് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഒന്നും ആരെയും ഫോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ. ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തരുന്നു, ബേസ്ഡ് ഓൺ വിച്ച് യു ക്യാൻ ടേക്ക് എൻ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ അമേസ് മെക്കാനിക്കലിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും താഴെ കൊടുത്തിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ പ്രിപ്പറേഷനിലേക്ക് സഹായിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്വിസ് മോഡിൽ നമുക്ക് ഈ ഒരു എക്സാമിന് മുന്നേയൊക്കെ ആയിട്ട് നമുക്ക് പതുക്കെ തുടങ്ങാം. ആ ഒരു ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ പ്രിപ്പറേഷൻ എത്രത്തോളം ഉണ്ടെന്നോ, നിങ്ങൾക്കത് പ്രീവിയസ് ഇയർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലും ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വെൽ ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് എവരി വൺ. നന്നായിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു.